നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പുത്തൻ പ്രതീക്ഷകളുമായി പ്രവാസികൾ പുതുവർഷത്തെ വരവേൽക്കാൻ ഇനി ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പോയ വർഷത്തെക്കാളും മികച്ചതാകട്ടെ വരുന്ന വർഷമെന്നാണ് എല്ലാവരും ഒരേപോലെ പറയുന്നത്. എന്നാൽ UAE-യിലെ പ്രവാസികളെ സംബന്ധിച്ച് 2025 മാറ്റങ്ങളുടെ കൂടി വർഷമാണ്. UAE-യിൽ സുപ്രധാന മാറ്റങ്ങൾ ഉണ്ടാകും. വിവിധ മേഖലകളിൽ നിർണായക പരിഷ്കാരങ്ങളാണ് വരാൻ പോകുന്നത്. പുതുവർഷത്തിനായി ഒരുങ്ങുമ്പോൾ UAE-യിൽ പ്രതീക്ഷിക്കാവുന്ന ചില പ്രധാന 5 മാറ്റങ്ങൾ ഇവയാണ്. 1. സ്വദേശിവൽക്കരണ നിയമം. 2025-ൽ 20 മുതൽ 49 വരെ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിൽ 2 സ്വദേശി പൗരന്മാരെ നിയമിക്കണം. ഇതുവരെ 50-ലധികം തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്കാണ് നിയമം ബാധകമായിരുന്നത്. സ്വദേശിവൽക്കരണ വ്യവസ്ഥകൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് 96,000 ദിർഹമാണ് പിഴ. ഇത് ജനുവരി മുതൽ ഈടാക്കി തുടങ്ങും. 2025-ലെ സ്വദേശിവൽക്കരണ വ്യവസ്ഥകൾ പാലിക്കാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് 2026-ൽ 1,80,000 ദിർഹമായിരിക്കും പിഴ ഈടാക്കുക. 2. പുതിയ UAE ട്രാഫിക് നിയമം. ലോകമെമ്പാടുമുള്ള ഗതാഗതത്തിന്റെ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾക്ക് അനുസൃതമായി നിലവിലുള്ള ട്രാഫിക് നിയമത്തിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്ന പുതിയ ഫെഡറൽ ഡിഗ്രി നിയമം 2024-ലെ ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിലൊന്നാണ്. ഡ്രൈവിംഗ് പ്രായം 17 കുറയ്ക്കുന്നതും വാഹനം ഓടിക്കുന്നവർക്കും കാൽനട യാത്രക്കാർക്കുമുള്ള പുതുക്കിയ നിയന്ത്രണങ്ങളും ഉൾപ്പെടെ സുപ്രധാന മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ നിയമം. 2025 മാർച്ച് 29 മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. അനാവശ്യമായി കാർ ഹോണുകൾ മുഴക്കുന്നതും നിയന്ത്രിക്കണം. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിലൂടെ, സീബ്ര ക്രോസിംഗിലൂടെ അല്ലെങ്കിൽ നിശ്ചിത സ്ഥലത്തുകൂടെ അല്ലാതെ റോഡ് മുറിച്ചു കടന്നാൽ 10,000 ദിർഹം വരെ പിഴ കിട്ടും. അപകടമുണ്ടായാൽ ജയിൽ ശിക്ഷയും പിഴയുമാണ് ശിക്ഷ. മാത്രമല്ല, മദ്യപിച്ച് വാഹനം ഓടിച്ചാലും അപകടമുണ്ടായി നിർത്താതെ കടന്നുപോയാലുമെല്ലാം പിഴയുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരികയാണ്. 1,00,000 ദിർഹം വരെ പിഴയും 2 വർഷം വരെ ജയിൽ ശിക്ഷയുമാണ് ഇത്തരം തെറ്റുകൾക്കുള്ള പരമാവധി ശിക്ഷ. 3. ദുബായിൽ പുതിയ പാർക്കിംഗ് നിരക്കുകൾ. അടുത്ത വർഷം മാർച്ച് മുതൽ പാർക്കിംഗ് സ്ഥലങ്ങൾ സ്റ്റാൻഡേർഡ്, പ്രീമിയം, ഗ്രാൻഡ് ഇവന്റ് പാർക്കിംഗ് എന്നിവയ്ക്ക് വ്യത്യസ്ത ചാർജുകൾ ഈടാക്കും. തിരക്കേറിയ സമയത്തെ രാവിലെ 8 മുതൽ 10 വരെയും വൈകുന്നേരം 4 മുതൽ രാത്രി 8 വരെയും. പ്രീമിയം പാർക്കിങ്ങിന് മണിക്കൂറിന് 6 ദിർഹവും സ്റ്റാൻഡേർഡ് പാർക്കിങ്ങിന് മണിക്കൂറിന് 4 ദിർഹവും. തിരക്കില്ലാത്ത സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 വരെ, രാത്രി 8 മുതൽ 10 മണി വരെ സൗജന്യമായിരിക്കും. 2025 മാർച്ച് അവസാനം മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. 4. ആഹാരത്തിന് ഗ്രേഡിംഗ്. ആഹാരത്തിലെ പോഷക മൂല്യമനുസരിച്ച് ഗ്രേഡിംഗ് സംവിധാനം അബുദാബിയിലെ നിലവിൽ വരും. ന്യൂട്രി മാർക്കില്ലാതെ ഭക്ഷണ സാധനങ്ങൾ വിൽക്കാനായി പ്രദർശിപ്പിച്ചാൽ പിഴ കിട്ടും. ആദ്യഘട്ടത്തിൽ ബേക്ക് ചെയ്ത സാധനങ്ങൾ, എണ്ണകൾ, പാലുൽപ്പന്നങ്ങൾ, കുട്ടികൾക്കുള്ള ഭക്ഷണം, പാനീയങ്ങൾ എന്നിവയ്ക്കാണ് ഗ്രേഡിംഗ് നൽകേണ്ടത്. പോഷകമൂല്യമനുസരിച്ച് A മുതൽ E വരെയുള്ള ഗ്രേഡിംഗ് ആണ് നൽകേണ്ടത്. 5. ഡിജിറ്റൽ നോൾ കാർഡുകൾ. ദുബായിലെ മെട്രോകളുടെയും ബസ്സുകളുടെയും സ്ഥിരം ഉപഭോക്താക്കൾക്കും അവരുടെ ഫോണുകൾ അടുത്ത വർഷം നോൾ കാർഡായി ഉപയോഗിക്കാൻ സംവിധാനമൊരുക്കും. ഡിജിറ്റൽ നോൾ കാർഡ് സംരംഭം 2025-ൽ എല്ലാ ഫോൺ ഉപഭോക്താക്കൾക്കും വ്യാപിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡിജിറ്റൽ നോൾ കാർഡ് നിലവിൽ സാംസങ്, ഹുവായി ഫോണുകളിൽ മാത്രമേ ലഭ്യമാകൂ. എന്നാൽ 2025-ൽ എല്ലാ മൊബൈൽ ഫോണുകളിലും അത് ലഭ്യമാകും. വേണമെങ്കിൽ പലചരക്ക് കടകളിൽ ഷോപ്പിംഗ് നടത്താനും പാർക്കിങ്ങിന് പണം നൽകാനും നോൾ കാർഡ് ഉപയോഗിക്കാം.